ഇതൊരു തോരനാണ്. തോരൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? തോരൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു തോരൻ നന്നായിട്ട് ഇഷ്ടപ്പെടും. സവാള കൊണ്ടാണ് ഈ തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ കടുകും മുളകും വേപ്പിലയും കൂടി വറക്കാം. അപ്പോൾ അതിന് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണ് ടേസ്റ്റ്. പിന്നെ 3 സവാള, ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. 3 സവാള എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ തേങ്ങ അധികം ചേർക്കേണ്ട, ഒരു പിടി ചേർത്താൽ മതി. പിന്നെ 2 ചെറിയ ഉള്ളി കൂടി അതിൻ്റെ കൂടെ ചതച്ചെടുക്കണം. ഞാൻ എല്ലാ തോരനിലും പറയുന്നതാണ് 2 ചെറിയ ഉള്ളി ചതച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ സവാളയാണ് എടുക്കുന്നതെങ്കിലും അതിൽ കൂടെ ഒരു 2 ചെറിയ ഉള്ളി കൂടി ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അധികം വേവിച്ചെടുക്കേണ്ട ഇതൊന്നുമില്ല. സവാള അരിഞ്ഞെടുക്കുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി ചുമന്ന മുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. വേപ്പില ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് സവാള ഇട്ട് കൊടുത്താൽ മതി. പിന്നെ സവാള അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാനായിട്ട്, കണ്ണ് നീറാണ്ടിരിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഫാൻ ഇട്ടിട്ട് അതിന് കീഴെ ഇരുന്നിട്ട് സവാള അരിഞ്ഞാൽ മതി. ഇത് വെറുതെ പറയുമല്ല, ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യണേ. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അടുത്തിരിക്കുന്ന ആൾക്കാരുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും, അവരുടെ കണ്ണ് നീറും. അപ്പോൾ അതുകൊണ്ട് കൊച്ചു കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഇരുന്ന് സവാള അരിയരുത്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കളറൊന്ന് മാറി വരുന്നിടം വരെ വഴറ്റിയാൽ മതി. എന്നിട്ട് വേണം പൊടിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. തീ നന്നായിട്ട് കൂട്ടി തന്നെ വെച്ചോളൂ, അപ്പം വേഗമായി കിട്ടും. പക്ഷേ ശ്രദ്ധിക്കണം കരിഞ്ഞു പോവാതെ. തേങ്ങ ചതയ്ക്കുമ്പോൾ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ വേണമെങ്കിൽ കൈ കൊണ്ട് ഞെരടി എടുത്താലും മതി, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക. അത് എപ്പോഴും പറയുന്നതാണ്, എല്ലാ തോരൻ ഉണ്ടാക്കുമ്പോഴും ഞാൻ പറയുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ആയി കിട്ടും. ഇപ്പം നല്ലോണം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം സിമ്മിലേക്ക് ആക്കുക. ഇനി അങ്ങോട്ട് സിമ്മിൽ തന്നെ ഇട്ടാൽ മതി. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, അത് രണ്ടും മാത്രമേ ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി അവരവരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഈ സവാളയ്ക്ക് ഒരു ചെറിയ മധുരം ഉണ്ടാവുമല്ലോ, അതും പിന്നെ തേങ്ങയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കാക്കി എരിവ് എന്തോരം വേണമെന്ന് വെച്ചാൽ അതിന് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് അതിൻ്റെ കുത്ത് ഇത് മാറണയിടം വരെ വഴറ്റി കൊടുക്കുക. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് അല്ല വേവിക്കുന്നത്, ഇതിങ്ങനെ തന്നെ ഈ തീയിലിട്ടങ്ങ് വേവിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. സവാളയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരാറുണ്ട്. ഇതിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടില്ല, നീര് പറ്റിയ സവാളയെന്ന് തോന്നുന്നു. ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളൂ സവാള വഴറ്റാൻ നേരത്ത്, അപ്പോൾ ബാക്കി വേണ്ടത് ഇട്ട് കൊടുക്കുക. ഈ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതും കൂടി കണക്കാക്കി ഇടുക. പിന്നെ ഈ ഒരു തോരൻ ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടാൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് മാത്രം കൂട്ടി ചോറുണ്ണാം. നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ ഒന്നും പറയുന്നതല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ റെസിപ്പീസോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യുന്നതോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊന്നും എടുത്ത് മെയിൽ ചെയ്ത് തന്നാൽ ഞാൻ എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്താം. ഇനി തേങ്ങ അതിലിട്ടിട്ട് നന്നായിട്ട് തട്ടിപ്പൊത്തി വയ്ക്കുക. എന്നിട്ട് 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക.
അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ തേങ്ങ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള ഉള്ളിത്തോരൻ റെഡിയായി. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.